നമസ്കാരം. എൻ്റെ ഈ കൊന്തിയുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം അയാൾ അനുഭവിക്കും. പി.സി. ജോർജിൻ്റെ ഭാര്യ ഉഷ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ വാക്കുകളാണ്. പി.സിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉച്ചരിച്ച ശാപവാക്കുകൾ മുഖ്യമന്ത്രിയെ ലാക്കാക്കിയായിരുന്നു. പിന്നാലെ സജി ചെറിയാൻ തികച്ചും അപ്രതീക്ഷിതമായി ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എന്നതും വസ്തുത. പക്ഷേ പി.സി. ജോർജിൻ്റെ കുടുംബം വെറുതെ ഇരുന്നില്ല. പീഡനക്കേസിൽ പി.സിയെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന് മകൻ ഷോൺ ജോർജ് നേരിട്ടിറങ്ങി. ഇതിന്റെ ആകെത്തുകയാണ് എക്സാലോജിക്കിനെതിരായ നീക്കങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കുറ്റപത്രം ചർച്ചയാകുമ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജാണ്. അതായത് പി.സിയെ അറസ്റ്റ് ചെയ്ത് ആഘോഷമാക്കിയവരെയെല്ലാം വെട്ടിലാക്കുന്ന പോരാട്ടം പൂഞ്ഞാറിലെ കുടുംബം തിരിച്ചു നടത്തി. മുനമ്പം വിഷയത്തിൽ വഖഫ് ബില്ലിൽ ക്രൈസ്തവ സഭകളുടെ മനസ്സ് BJPക്കൊപ്പമാക്കിയത് ഷോൺ ജോർജാണ്. വഖഫ് ബില്ല് രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വന്ന അതേ ദിവസം തന്നെയാണ് വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ധനമന്ത്രാലയം തീരുമാനമെടുത്തത്. ഇതിന് പിന്നിലെ പൂഞ്ഞാറുകാരൻ ചാക്കോച്ചൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഷോൺ ജോർജിന്റെ നിശ്ചയദാർഢ്യം ഉണ്ടെന്നതാണ് വസ്തുത. ഈ കേസിലെ വിചാരണയും വിധിയുമെല്ലാം പിണറായിയുടെ കുടുംബത്തിനെതിരാകുമെന്ന് തന്നെയാണ് ഷോൺ ജോർജ് വിശ്വസിക്കുന്നത്. ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയാണെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് കേസിലെ പരാതിക്കാരൻ കൂടിയായ ഷോണിന്റെ പ്രതികരണം. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതെന്നും ഷോൺ ചൂണ്ടിക്കാട്ടി. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണിതെങ്കിലും കേസിന്റെ പ്രസക്തി വർദ്ധിച്ചത് KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനം ഇതിലേക്ക് വന്നതോടുകൂടിയാണ്. 135 കോടി രൂപ തിരിമറിയുണ്ടായിരുന്നുവെന്ന് പറഞ്ഞതിപ്പോൾ 185 കോടി രൂപയായി. വീണ കൈപ്പറ്റിയെന്ന് പറയുന്ന തുക 1.72 കോടി രൂപയിൽ നിന്ന് 2.72 കോടി രൂപയായിരിക്കുന്നു. 182 കോടി രൂപ തിരിമറി വഴി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 25 കോടി രൂപയ്ക്കടുത്താണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ആ നഷ്ടം സംഭവിച്ചിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ട് വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ പണം നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് നൽകിയ പണമാണെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ടായ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും വൈകാതെ ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് ചെയ്യേണ്ടതെന്നും മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് കുരുക്കായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. CMRL നിന്നും പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ലെന്നാണ് ബംഗളൂരു ROCയുടെ കണ്ടെത്തൽ. വാങ്ങിയ പണത്തിന് GST അടച്ചെന്ന വിവരം മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത്. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്ന് പ്രാഥമിക അന്വേഷണത്തിലെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തടവും പിഴ ശിക്ഷയും കിട്ടാവുന്ന തെറ്റുകൾ വീണ വിജയന്റെ കമ്പനി നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇത് SFIOയുടെ കുറ്റപത്രത്തിലുമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു SFIO അന്വേഷണം നടത്തിയത്. ഇതിനെല്ലാം വഴിയൊരുക്കിയത് ഷോൺ ജോർജ് മാത്രമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ T വീണയുടെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് മുമ്പ് പറഞ്ഞെടുത്ത കാര്യങ്ങൾ എത്തുകയാണ്. എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് താൻ എത്തിക്കും. ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ താൻ തേടിയിട്ടില്ല. വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്തും സംഭവിക്കാം. തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ 5 പേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോപിച്ചിരുന്നു. അന്ന് ജനപക്ഷത്തായിരുന്നു പി.സി. ജോർജും ഷോൺ ജോർജും. പിന്നീട് BJPയിലേക്ക് മാറി. BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന്റെ അതിവിശ്വസ്തനാണ് ഷോൺ ജോർജ്. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതി ഷോൺ ജോർജിൻ്റേത് മാത്രമാണ്. മുമ്പ് സമാനമായ രീതിയിൽ പല ഇടപെടലും പി.സി. ജോർജ് നടത്തിയിട്ടുണ്ട്. പല അഴിമതികളും പുറത്തു വന്നു. അതേ നേതാവിൻ്റെ മകനാണ് ഷോൺ ജോർജ്. അച്ഛനെ ജയിലിലടയ്ക്കാൻ നടത്തിയ ശ്രമങ്ങളെ ചെറുക്കാനിറങ്ങിയ മകൻ. അച്ഛൻ്റെ വേദന കണ്ടാണ് നിയമത്തിൻ്റെ വഴിയെ ചിലരെ തുറന്നു കാട്ടാൻ ഷോൺ തീരുമാനിച്ചത്. അത് എക്സാലോജിക്കിനെതിരായ നീക്കമായി. കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകും പിടിക്കപ്പെടുക. അത്തരമൊരു മാങ്ങയാണ് എക്സാലോജിക് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. CMRLുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച PV പിണറായി വിജയൻ തന്നെയാണെന്ന് ഷോൺ ജോർജ് ആവർത്തിക്കുന്നു.